ഹലോ ഗൈസ്, ഇന്ന് നമ്മളിപ്പം ഹോട്ട് വീൽസിൻ്റെ ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങുവാണ്. അപ്പം നമ്മൾ ഇറങ്ങാൻ പോകുന്ന ലൊക്കേഷൻ കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്തെ ഏറ്റവും ബെസ്റ്റ് ഷോപ്പിലാണ് നമ്മളിന്ന് ഹോട്ട് വീൽസ് ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ആ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഷോപ്പ്. നിങ്ങൾക്ക് കാണാം, കിഡ്സ് ബെസ്റ്റി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. കഴക്കൂട്ടത്താണ് ഈ ഷോപ്പ് ഉള്ളത്. നമുക്കപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കാം. ഷോപ്പിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറേറ്റിൻ്റെ 2 ബോട്ട്സ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതിനകത്ത് എല്ലാ മോഡൽസ് ഓഫ് കാർസും ഉണ്ടായിരുന്നു. മെജോറേറ്റിൻ്റെ ഞാൻ ഒരുപാട് കാലമായിട്ട് നോക്കി നടക്കുന്നതാണ് ഈ BMW M3 മോഡൽ മെജോറേറ്റിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399 രൂപയാണ്. ഇതിന് വേറെ കോംബോ അങ്ങനെ രീതിയിൽ എടുക്കേണ്ടെന്ന് ആവശ്യമില്ല, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു M3യുടെ തന്നെ ഇത്രയും കളക്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്റ്റോക്ക് ഓപ്പൺ ചെയ്തേ എന്ന് തോന്നുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെജോറേറ്റിൻ്റെ ഇതൊക്കെയാണ് കളക്ഷൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഞാൻ ആ പെട്ടിയിൽ നിന്ന് മുകളിൽ ആയിട്ട് കണ്ട കുറച്ച് കാർ മോഡലുകൾ മാത്രമാണ് എടുത്തുള്ളൂ. അതിൽ വേറെ ഇനി കുറേ മോഡലുകളുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ബേസിക് മോഡൽസാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനെല്ലാത്തിനും ഏകദേശം പ്രൈസ് വരുന്നത് 399 രൂപയാണ്. അപ്പം ലൈക്ക് നിങ്ങൾ മെജോറേറ്റിൻ്റെ മോഡൽസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പറ്റിയ സമയമാണ്. ആക്ച്വലി 2 ബോട്ട്സ് നിറയെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. മെഴ്സഡീസിൻ്റെയും BMW-ൻ്റെയും ടൊയോട്ടയുടെയും എല്ലാ കാറുകളും ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുന്ന ബ്രാൻഡ് തന്നെ കിട്ടും. പിന്നെ മാച്ച് ബോട്ട്സിൻ്റെ ഉണ്ടായിരുന്നു. മാച്ച് ബോട്ട്സിൻ്റെ ടൊയോട്ട ഞാൻ നോക്കിയിരുന്നു. പോർഷെ എൻ്റെ ഓൾറെഡി ഞാൻ ഇന്നലെ പോയപ്പോൾ മേടിച്ചിരുന്നു. അപ്പം ടൊയോട്ടയൊക്കെ അപ്പം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. വിത്തിൻ 2 days തന്നെ ഈ സംഭവങ്ങളെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. പിന്നെ ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം കാർസൊക്കെ ലൈക്ക് ഇവിടെ എപ്പോഴും സ്റ്റോക്കുണ്ട്. എന്നാലും കുറേ മോഡൽസൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നപ്പം ഉണ്ടായിരുന്ന ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം കാർസൊന്നും ഇപ്പോൾ വരുമ്പോൾ കാണാനില്ലായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ടൂർ പോലെയാണ് കാണാൻ പോകുന്നത്. അപ്പം എല്ലാ മോഡൽസും കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ടാവും ഈ വീഡിയോയ്ക്കകത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഹോട്ട് വീൽസിൻ്റെ ഇത്രയും പ്രീമിയം കാർസിൻ്റെ ഒരു കളക്ഷൻ ഒരു ചെറിയ ഷോപ്പിൽ കാണുന്നത്. അതിനകത്ത് F1 ഉണ്ടായിരുന്നു, പിന്നെ പ്രീമിയം ആയിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മോഡൽസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ കളക്റ്റബിൾസ് ആയിട്ടുള്ള രീതിയിലുള്ള മോഡൽസ് ഉണ്ടായിരുന്നു. ആക്ച്വലി നല്ല കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു പ്രീമിയം കാർസിൻ്റെ ഒക്കെ ആണെങ്കിൽ തന്നെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ കളക്ഷൻസും കാര്യങ്ങളൊക്കെ. നമ്മൾ നോക്കുന്ന മിക്ക മോഡൽസും ഇവിടെ കാണുമായിരിക്കും. പിന്നെ കണ്ടില്ലേ തന്നെ ഇവർ എല്ലാ മാസത്തിലും ഒരു 3 തവണ 2 തവണയൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പുതിയ മോഡൽസ്. അപ്പോൾ അവർ സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാറുണ്ട്. അപ്പം എനിക്ക് ഹോട്ട് വീൽസിൻ്റെ അവിടെ ഇരുന്നതിൽ ഇപ്പം കറൻ്റ്ലി ഇരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽസാണ് ഈ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ മോഡൽസൊക്കെ പ്രീമിയം ഹോട്ട് വീൽസിൻ്റെ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറി വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ലംബോർഗിനിയുടെയൊക്കെ 600 രൂപയുടെയൊക്കെ മോഡൽസ് ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. 699 എന്ന് തോന്നുന്നു. അത് ആക്ച്വലി അപ്പം തന്നെ സോൾഡ് ഔട്ട് ആയി. ലൈക്ക് വന്നു അപ്പം തന്നെ സോൾഡ് ഔട്ട് ആകുന്ന സിറ്റുവേഷനാണ്. അപ്പം അവർ ടൈം സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും ഈ ഹോട്ട് വീൽസിൻ്റെയൊക്കെ ബോട്ട്സ് ഓപ്പൺ ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ 6 മണി എന്ന് പറഞ്ഞ ടൈമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിൽ തന്നെ പോകാൻ നോക്കുക. ജസ്റ്റ് ഒരു മണിക്കൂർ കുറയോ അല്ലെങ്കിൽ ലേറ്റ് ആവുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും. ലൈക്ക് ഒരു വലിയ ക്യൂ തന്നെയുണ്ട്. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഹോട്ട് വീൽസിൻ്റെയൊക്കെ പ്രീമിയം കാർസും ലൈക്ക് മെയിൻ ലൈൻസൊക്കെ ആൾക്കാർ ഒരുമാതിരി ഷോപ്പിൻ്റെ പ്രൊമോഷൻ പോലെയാണ്. ആൾക്കാർ മെയിൻലി വരുന്നത് ആക്ച്വലി ഹോട്ട് വീൽസൊക്കെ മേടിക്കാനായിരിക്കും. ആ കൂടത്ത് തന്നെ ആ ഷോപ്പിലുള്ള ബാക്കി അല്ലറ ചില്ലറ സംഭവങ്ങൾ നോക്കും. അപ്പോൾ ഒരു പ്രൊമോഷൻ പോലെയാണ് ആൾക്കാർ ഹോട്ട് വീൽസ് കാണുന്നതെന്ന് തോന്നുന്നു. പിന്നെ അത് വിറ്റ് തീർക്കാൻ വേണ്ടി ലൈക്ക് കോംബോ ആയിട്ട് ബില്ലും ചെയ്യും. ആക്ച്വലി ഇന്ന മെയിൻ ലൈൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫാൻറ്റസി അങ്ങനെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറയും. ഇതിന് മുന്നേ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഹോട്ട് വീൽസിൻ്റെ മോഡൽസാണിത്. ഇതൊന്നും ഇപ്പോൾ കാണാനില്ല, എല്ലാം സോൾഡ് ഔട്ടായി. പിന്നെ F1 മോഡൽസൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട് പ്രീമിയം ഹോട്ട് വീൽസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. 3 ഹോട്ട് വീൽസ് ഉണ്ട് ഇപ്പം F1ൻ്റെ തന്നെ. അപ്പം 2 ഞാൻ ഇപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. 3ാമത്തത് വേറെ ആൾ എടുത്തുകൊണ്ട് പോയി ഞാൻ വന്നപ്പോൾ തന്നെ. പിന്നെ മെയിൻ ലൈൻ ഹോട്ട് വീൽസും ഇവരുടെ കയ്യിലുണ്ട്. ആക്ച്വലി ഇത് സോൾഡ് ഔട്ട് ആയിട്ട് ബാക്കി ഫാൻറ്റസിയും കാര്യങ്ങളും മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. പക്ഷേ അവർ ബോട്ട്സ് ഓപ്പൺ ചെയ്യുമ്പം ഈ ടേബിൾ നിറയെ ഹോട്ട് വീൽസിൻ്റെ സെക്ഷൻ ആയിരിക്കും. അപ്പം ഈ മാസം തന്നെ 2 പ്രാവശ്യം അവർ ബോട്ട്സ് ഓപ്പൺ ചെയ്തു. അപ്പം ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം
ഞാൻ ചെന്നപ്പോൾ തന്നെ അത് സ്റ്റോക്ക് ഔട്ടായിരുന്നു. പിന്നെ ബുറാഗോയുടെ F1 കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും. പിന്നെ മെജോറേറ്റിൻ്റെ ട്യൂണിങ് സീരീസ്, സുപ്ര, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ഫിഗേഴ്സും അവൈലബിൾ ആണ്. ആനിമേ ഫിഗേഴ്സ് ഉണ്ട്, ബാറ്റ്മാൻ, സൂപ്പർമാൻ, അങ്ങനത്തെ ആക്ഷൻ ഫിഗേഴ്സും ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ഇതുവരെ കണ്ടു വെച്ച് ഏറ്റവും അഫോർഡബിൾ റേറ്റാണ്. ലുലു മാളിലും ഈ സെയിം ഫിഗേഴ്സ് തന്നെ ഇതിൻ്റെ ഡബിൾ ഇരട്ടി പ്രൈസിലാണ് വിൽക്കുന്നത്. ഇവിടെ പക്ഷേ ഇച്ചിരി കൂടെ അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് വിൽക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് വാങ്ങിയത് ഈ M3 തന്നെയാണ്. ഞാനിത് ഒരുപാട് കാലമായിട്ട് നോക്കിയിരുന്ന വണ്ടിയാണ്. അപ്പം എനിക്കിവിടെ വന്നപ്പോൾ കിട്ടി. അപ്പം ഇത് ഞാൻ ഒന്നും നോക്കിയില്ല, വാങ്ങി. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. ആക്ച്വലി ഞാൻ എടുത്തത് BMW M3 എന്ന് പറയുന്ന സീരീസാണ്. ജസ്റ്റ് കാണിച്ചിടാം. ഇതാണ് എടുത്തത്. ഏകദേശം 390 രൂപയാണ് ആയത്. MRP തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. ഇതൊക്കെ ഹോട്ട് വീൽസ് മാത്രം ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് ഇച്ചിരി റേറ്റിന് വ്യത്യാസമുണ്ട്. പുറത്തെ രാജ്യത്തെ റേറ്റും പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അല്പം അധികം റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിനൊക്കെ മെജോറേറ്റിൻ്റെ കമ്പനിക്കൊക്കെ MRP തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇനി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഹോട്ട് വീൽസിൻ്റെ ഇത്രയും പ്രീമിയം കാർസിൻ്റെ ഒരു കളക്ഷൻ ഒരു ചെറിയ ഷോപ്പിൽ കാണുന്നത്. അതിനകത്ത് F1